അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം ആദ്യത്തെ അധ്യായം. ദേവി ഭാഗവതത്തിൻ്റെ മഹാപുരാണത്വ നിർണയം, അതാണ് ആദ്യത്തെ അധ്യായം. അതിലാദ്യത്തെ 12 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നതും ഭാഷാഗാനമായി പാടി പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ഇപ്പോൾ പാരായണം. ഓം സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ നഃ പ്രചോദയാൽ. ആദ്യം ആ ഗായത്രി രൂപത്തിൽ സമർപ്പണം ചെയ്യുന്നു. പിന്നീട് ശൗനക ഉവാച സൂതസൂത മഹാഭാഗ ധന്യോസി പുരുഷർഷഭ യദധീതാ ത്വയാ സമ്യക് പുരാണ സംഹിതാ ശുഭാം. 18 പുരാണാനി കൃഷ്ണേന മുനിനാനഘ കഥിതാനി സുദിവ്യാനി പഠിതാനി ത്വയാനഘ. 5 ലക്ഷണയുക്താനി സരഹസ്യാനി മാനദ ത്വയാ ജ്ഞാതാനി സർവാണി വ്യാസാൽ സത്യവതീ സുതാത്. അസ്മാകം പുണ്യയോഗേന പ്രാപ്തസ്ത്വം ക്ഷേത്രമുത്തമം ദിവ്യം വിശ്വസനം പുണ്യം കലിദോഷവിവർജിതം. സമാജോയം മുനീനാം ഹി ശ്രോതൃകാമോസ്തി പുണ്യദാം പുരാണസംഹിതാം സൂത പ്രബ്രൂഹി ത്വം ന സമാഹിത. ദീർഘായുർഭവ സർവജ്ഞ താപത്രയവിവർജിത കഥയാദ്യ മഹാഭാഗ പുരാണം ബ്രഹ്മസംഹിതം.
ശ്രോത്രേന്ദ്രിയയുതാ സൂത നരാസ്വാദവിചക്ഷണ ന ശൃണ്വന്തി പുരാണാനി വഞ്ചിതാ വിധിനാഹിതേ യഥാ ജിഹ്വേന്ദ്രിയാഹ്ലാദ ഷഡ്രസൈ പ്രതിപദ്യത്തെ തഥാ ശ്രോത്രേന്ദ്രിയാഹ്ലാദോ വചോഭി സുധിയാം സ്മൃത അശ്രോത്ര ഭണിന കാമം മുഹ്യന്തി ഹി നഭോ ഗുണൈ സകർണായേന ശൃണ്വന്തി തേപ്യകർണാ കഥം ന ച അതഃ സർവേ ദ്വിജാ സൗമ്യ ശ്രോതുകാമാ സമാഹിതാ വർത്തന്തെ നൈമിഷാരണ്യേ ക്ഷേത്രേ കലിഭയാർദിതാ യേന കേനാപ്യുപായേന കാലാദിവാഹനം സ്മൃതം വ്യസനൈരിഹ മൂർഖാണാം ബുധാനാം ശാസ്ത്രചിന്തനൈഃ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം, അതിൻ്റെ മാഹാത്മ്യ രംഗങ്ങളെ നമ്മൾ 5 അധ്യായങ്ങളിലൂടെ കഴിഞ്ഞ 25 ദിവസങ്ങളിലായി അനുസ്മരിച്ചു. ഇനി പ്രഥമ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായം മഹാപുരാണത്വ നിർണയം എന്ന രീതിയിൽ അതിലെ 12 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നമ്മൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഓംകാരമാം മന്ത്രത്തോടെ സർവചൈതന്യരൂപയാം ഓംകാരസ്വരൂപിണിയാം വിദ്യാദേവിയേ, ആദ്യയായ ദേവിയെ ധ്യാനിച്ചിടുന്നു ഞങ്ങൾക്കെന്നും അക്ഷയമാം ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ. ശൗനകൻ പറഞ്ഞു, പുരാണശ്രേഷ്ഠനും മഹാഭാഗ്യവാനുമായിട്ടുള്ള പുരാണജ്ഞനായ സൂത ഭവാൻ ധന്യൻ താൻ. പുരാണ സംഹിതകളോ ശുഭപ്രദങ്ങളാണല്ലോ, പഠിച്ചല്ലോ അങ്ങതിനെ വേണ്ട വിധത്തിൽ. വേദവ്യാസൻ കൃഷ്ണദ്വൈപായനാലെ വിരചിതം വേദസാരം 18 പുരാണങ്ങളും. വേണ്ട പോലെ ഭവാനവ ഭംഗിയായി പഠിച്ചല്ലോ വ്യാസശിഷ്യ പാപരഹിതനായ സൂത. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 5 ലക്ഷണങ്ങളോടു കൂടിയത പുരാണങ്ങൾ അതീവ രഹസ്യങ്ങളാണെന്നതും സത്യം. അവ സത്യവതി പുത്രനായ വ്യാസനിൽ നിന്നായി അങ്ങു പഠനം നടത്തി എന്നതും സത്യം. ഞങ്ങളുടെ സുകൃതത്തിൻ ഫലമായിട്ടാണല്ലോ നീ
ആനമൂർത്തിയങ്ങത്തി നൈമിഷാരണ്യത്തിൽ ദിവ്യവും പുണ്യവുമായ കലിദോഷം ബാധിക്കാത്ത ദിവ്യമായ സ്ഥലമാണി ഉത്തമക്ഷേത്രം. മുനിമാരാൾ നിറഞ്ഞോരി സദസ്സിനു മോഹമുണ്ട് മഹാമതേ പുരാണ സംഹിതയെ കേൾക്കാൻ. മഹാദേവി തൻ്റെ കഥയാകും ദേവി ഭാഗവതം മനസ്സിരുത്തിയതിനെ പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവതാപങ്ങളും തൊട്ടു തീണ്ടാത്തവനാകും സൂത, സർവജ്ഞനാം മഹാഭാഗ്യവാനാകും ഭവാൻ. സർവകാലം ആയുസ്സോടെ ഇരിക്കട്ടെ ഞങ്ങൾക്കായി സർവവേദസാരമായ കഥ പറയൂ. കഥാരസമാസ്വദിക്കാൻ കഴിവുള്ളവരമർത്യൻ കാതുകൊണ്ടു പുരാണങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ കാലമാകും വിധിയാലെ വഞ്ചിക്കപ്പെട്ടവരെന്നും കഷ്ടം തന്നെ ജീവിതമോ നിഷ്ഫലം തന്നെ. ആറുവിധ രസങ്ങളും ആസ്വദിച്ചിടുമ്പോൾ നാവു ആഹ്ലാദിച്ചിടുന്ന പോലെ തന്നെയാണല്ലോ. അത്യുത്തമം സജ്ജനങ്ങൾ തൻ്റെ വാണി കേൾക്കുന്നേരം ആഹ്ലാദിക്കും കാതെന്നതും സർവസമ്മതം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാതില്ലാത്ത പാമ്പുകളും ശബ്ദത്താലെ മുഗ്ധരാകും കാതുള്ളതാം മർത്യജന്മം കഥ കേൾക്കാതെ. കാലം കഴിച്ചിടുന്നുവെങ്കിലോ നമ്മൾ അവരെയോ കാതില്ലാത്തവരെന്നല്ലാതെന്തു വിളിക്കും. കലിദോഷ പീഡിതരായി ഇരിക്കുന്ന ഞങ്ങൾക്കായി കഥകളെ പറയണേ ശാന്തസ്വരൂപ. കലിദോഷം അകലാനായി നൈമിഷത്തിലെത്തി ഞങ്ങൾ കരുണ കാണിക്കൂ ശ്രദ്ധയുള്ളവർ ഞങ്ങൾ. ഏതു വിധേനയായാലും കാലത്തെ തള്ളി നീക്കണം എന്നുള്ളതു മനുജർക്കു സുനിശ്ചിതം താൻ. എന്നാലോ വിഡ്ഢികൾ സംസാരത്തിൽ ദുഃഖിച്ചിടും നേരം ഏർപ്പെടുന്നു ശാസ്ത്രചിന്ത തന്നിൽ വിദ്വാൻമാർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.
ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ പാരായണവും ഭാഷാഗാനവും പ്രഭാഷണവും അതിൻ്റെ മാഹാത്മ്യ അധ്യായങ്ങളിലൂടെ കഴിഞ്ഞ 25 ദിവസങ്ങളിലായി നമ്മൾ കേട്ടുകഴിഞ്ഞു. അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ ഇന്ന് 26-ാമത്തെ ദിവസം. ആദ്യത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ തുടങ്ങുന്നതും. അത് ദേവീ ഭാഗവതത്തിൻ്റെ മഹാപുരാണത്വത്തെ നിർണയിക്കുന്നതായിട്ടുള്ള വരികളാണ് ഇതിൽ കേൾക്കാൻ സാധിക്കുക. അതിലാദ്യം തന്നെ ദേവീ ഭാഗവത ഗായത്രി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന 24 അക്ഷരങ്ങളോടുകൂടി 3 വരികളിലായിട്ടുള്ള ആ ഗായത്രി, ആ ഉപാസന, അല്ലയോ ചൈതന്യരൂപയായിരിക്കുന്ന ദേവി, ഞങ്ങൾക്ക് ബുദ്ധിയെ വേണ്ട പോലെ പ്രചോദിപ്പിക്കണേ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഓം സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാൽ. ഇവിടെ ഞങ്ങൾക്ക് ന പ്രചോദയാൽ, ഞങ്ങൾക്കായിട്ട് പ്രചോദിപ്പിക്കണേ. എന്തിനെ? ബുദ്ധിയെ. അതിനുവേണ്ടി സർവചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന ആദ്യ ദേവി ചൈതന്യമായിരിക്കുന്ന ആദ്യരൂപയും വിദ്യാസ്വരൂപിണിയുമായിരിക്കുന്ന അമ്മയെ ധ്യാനിക്കണു. ഞങ്ങൾക്ക് ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ. നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്ന പുരാണ കഥാവക്താവായിരിക്കുന്ന പുരാണശ്രേഷ്ഠനായിരിക്കുന്ന സൂതനോട് അവിടെ മഹാസത്രത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന ശൗനകാദി ഋഷീശ്വരന്മാർ, ആ മഹർഷിമാരിൽ മുഖ്യനായ ശൗനകൻ ചോദിക്കുകയാണ്, സൂതസൂത മഹാഭാഗ ധന്യോസി പുരുഷർഷഭ യദധീതാ ത്വയാ സമ്യക് പുരാണ സംഹിതാ ശുഭ. പുരാണശ്രേഷ്ഠനായിരിക്കുന്ന പുരുഷർഷഭ, മഹാഭാഗ്യവാനായിരിക്കുന്ന ഹേ സൂത, അങ്ങ് ധന്യനാണ്. കാരണം പുരാണ സംഹിതാ ശുഭ യദധീത ത്വയാ സമ്യക്, അങ്ങ് വേണ്ട പോലെ പുരാണ സംഹിതകൾ ശുഭപ്രദങ്ങളാണ്, അതിനെ വേണ്ടതുപോലെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. അഷ്ടാദശ പുരാണാനി കൃഷ്ണേന മുനിനാനഘ കഥിതാനി സുദിവ്യാനി പഠിതാനി ത്വയാനഘ. കൃഷ്ണദ്വൈപായനൻ, മുനിയായ കൃഷ്ണദ്വൈപായനൻ, പാപരഹിതനായിരിക്കുന്ന സൂത, ആ കൃഷ്ണദ്വൈപായനൻ രചിച്ച അതിദിവ്യങ്ങളായിരിക്കുന്ന 18 പുരാണങ്ങൾ, അഷ്ടാദശ പുരാണാനി, അങ്ങ് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങ് പാപരഹിതനാണ്, അതുകൊണ്ടാണ് ഹേ അനഘ എന്ന് വിളിച്ചത്. പഞ്ചലക്ഷണയുക്താനി സരഹസ്യാനി മാനദ ത്വയാ ജ്ഞാതാനി സർവാണി വ്യാസാൽ സത്യവതി സുതാൽ. സത്യവതി പുത്രനായിരിക്കുന്ന വ്യാസനിൽ നിന്ന് അങ്ങിതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഏത്? പഞ്ചലക്ഷണയുക്താനി, 5 ലക്ഷണങ്ങളോടുകൂടിയ സരഹസ്യാനി, എല്ലാ പലവിധത്തിലുള്ള രഹസ്യങ്ങളുള്ള പുരാണങ്ങൾ, എല്ലാ പുരാണങ്ങളെയും ത്വയാ ജ്ഞാതാനി, അങ്ങ് ഹേ മാനദ, മാന്യനായിരിക്കുന്ന അങ്ങ് ഇതിനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അസ്മാകം പുണ്യയോഗേന, ഇപ്പം ഞങ്ങളുടെ പുണ്യം കാരണം പ്രാപ്തസ്ത്വം ക്ഷേത്രമുത്തമം, ഈ ക്ഷേത്രത്തിൽ, ഈ നൈമിഷാരണ്യം എന്ന ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ദിവ്യം വിശ്വസനം പുണ്യം കലിദോഷ വിവർജിതം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദിവ്യമാണ്, പുണ്യം നിറഞ്ഞതാണ്, കലിദോഷങ്ങൾ ബാധിക്കാത്തതാണ്. അതുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അപ്പം ഞങ്ങളാകുന്ന ഈ മഹർഷിമാർക്ക്, മുനിമാർക്ക്, സമാജോയം മുനീനാം ഹി, സമാജം, മുനികളുടെ ഈ സമാജത്തിൽ, ഈ ഒത്തുചേരലിൽ, ഈ സദസ്സിന് ബുദ്ധി
വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പുണ്യപ്രദമായ പുരാണ സംഹിത കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശ്രോതുകാമോസ്തി പുണ്യതാം പുരാണ സംഹിതാം. അതുകൊണ്ട് ഹേ സൂത പ്രബ്രൂഹിത്വം ന സമാഹിത, അങ്ങ് സമാഹിതമായ ബുദ്ധിയോടുകൂടി മനസ്സിരുത്തി ഞങ്ങൾക്ക് ആ കഥകൾ, ആ പുരാണത്തെ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘായുർഭവ സർവജ്ഞ, സർവജ്ഞനായിരിക്കുന്ന മഹാഭാഗനായിരിക്കുന്ന ഹേ സൂത, അങ്ങ് താപത്രയ വിവർജിത, താപത്രയങ്ങളിൽ നിന്ന് രക്ഷ നേടിയിട്ടുള്ള ആളാണ്. അതങ്ങേ സ്പർശിച്ചിട്ട് പോലുമില്ല. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള താപങ്ങൾ മനുഷ്യനുണ്ട്. എന്നാൽ അങ്ങേ ഇതൊന്നും ബാധിച്ചിട്ടില്ല. പിന്നെയോ അങ്ങ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. ദീർഘായുർഭവ, അങ്ങ് ഞങ്ങളോട് ആ വേദതുല്യമായിരിക്കുന്ന കഥ, പുരാണ കഥയെ പറഞ്ഞു തരണേ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ, ശ്രോത്രേന്ദ്രിയയുതാ സൂത നരാസ്വാദവിചക്ഷണ ന ശൃണ്വന്തി പുരാണാനി വഞ്ചിത വിധിനാഹിതേ. കാതുള്ള, കഥാരസം ആസ്വദിക്കാൻ കഴിവുള്ള മനുഷ്യർ, അങ്ങനെയുള്ള ആളുകൾ എന്ത് വേണം? പുരാണകഥ കേൾക്കണം. പുരാണകഥ കേട്ടില്ലെങ്കിലോ അവർ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. വഞ്ചിതാ വിധിനാഹീതേ, അതൊരുറപ്പാണ്. അതുകൊണ്ടാണ് ഹി എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ വിധിയാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. യഥാ, ഏതുപോലെ, ജിഹ്വേന്ദ്രിയാഹ്ലാദ ഷഡ്രസൈ പ്രതിപദ്യത്തെ, 6 രസങ്ങളുണ്ട്. ആ 6 രസങ്ങൾ ആസ്വദിക്കുമ്പോൾ നാവിന് എങ്ങനെയാണോ സന്തോഷം ഉണ്ടാവുക, അതേപോലെ ഈ വാക്കുകൾ, സജ്ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കാതും ആഹ്ലാദിക്കുന്നു. ഇത് സുധിയാം സ്മൃത, ബുദ്ധിയുള്ള ആളുകൾ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. വിവേകമുള്ള ആളുകൾ, സുധിയോടുകൂടിയവർ, നല്ല ബുദ്ധിയോടുകൂടിയവർ, അവരെയാണ് വിവേകികൾ എന്ന് പറയാം. എന്നാൽ അശ്രോത്രാഭണിനക്കാമം മുഹ്യന്തി നഭോ ഗുണൈ, കാതില്ലാത്ത പാമ്പുകൾ പോലും ശബ്ദം കേട്ട് മുഗ്ധരായിത്തീരുന്നു. എന്നാൽ സകർണായേന ശൃണ്വന്തി, കാതുള്ള ആളുകളിൽ ഇത് കേൾക്കാത്തവരെ കുറിച്ച് സത്യത്തിൽ എന്ത് പറയണം? അവരെ കാതില്ലാത്തവർ എന്ന് പറയേണ്ടി വരും. ഭഗവത് കഥകൾ, ആ അമ്മയുടെ ദേവീഭാഗവതം കേൾക്കലാണ് പരമപ്രധാനം. അതസർവേ ദ്വിജാ സൗമ്യ ശ്രോതുകാമാ സമാഹിത വർത്തന്തേ നൈമിഷാരണ്യേ ക്ഷേത്രേ കലിഭയാർദിത. ഇവിടെ എല്ലാവരും നൈമിഷാരണ്യ ഭൂമിയിൽ എന്തിനാ വന്നേക്കണത്? കലിദോഷങ്ങൾ കൊണ്ട് വിഷമിച്ചിട്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബ്രാഹ്മണരെ, മുനിമാരൊക്കെ ഇവിടെ വന്നേക്കണത്. അതുകൊണ്ട് ഹേ സൗമ്യ, ഏറ്റവും സൗമ്യനായിരിക്കുന്ന സൂത, അങ്ങ് പറയണം. ബ്രാഹ്മണരൊക്കെ അങ്ങ് പറയുന്ന കഥ കേൾക്കാൻ കാത്തിരിക്കുകയാണ്, ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. വർത്തന്തേ നൈമിഷാരണ്യ ക്ഷേത്രേ, നൈമിഷ ക്ഷേത്രത്തിൽ അവരെ കാത്തിരിക്കണു. ആ കഥ പറയണേ. യേന കേനാപ്യുപായേന കാലാതിവാഹനം സ്മൃതം വ്യസനൈരിഹ മൂർഖാണാം ബുധാനാം ശാസ്ത്രചിന്തനൈ. ഇവിടെ ഏതു മാർഗം സ്വീകരിച്ചാണെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവൻ ഇവിടെ ജീവൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലത്തെ തള്ളി നീക്കിയേ മതിയാവുള്ളൂ. അത് നിത്യസത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യനിൽ ചില ആളുകൾ, ബുദ്ധിയില്ലാത്ത ആളുകൾ, മൂർഖന്മാര്, വിഡ്ഢികൾ, അവര് ഈ സംസാരത്തിൽ കിടന്ന് ദുഃഖിക്കും. അതേസമയം ഗംഗാംഭസ്ഥ ഇവ ദ്വിപ, ഗംഗയിലുള്ള ഒരു ആന എന്നതുപോലെ വിദ്വാൻമാര്, ബുദ്ധിയുള്ള ആളുകള്, ഭക്തന്മാര് ശാസ്ത്രചിന്തയിൽ മുഴുകി കാലം കഴിക്കും. ഒരു തരക്കാര് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വീണ് കഷ്ടപ്പെടും. മറ്റുള്ളവര് വിഷയങ്ങൾക്ക് അപ്പുറത്തുമുള്ള വിശ്വസ്വരൂപനായ ഭഗവാനെ ചിന്തിച്ച് കാലം കഴിക്കുകയും ചെയ്യും എന്നുള്ള 12ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ
തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.